കറികൾ എന്തൊക്കെയുണ്ടെങ്കിലും പുളിശ്ശേരി മലയാളിക്കെന്നും പ്രിയം തന്നെയാണ്. ഇന്നത്തെ വിഭവം പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പൈനാപ്പിൾ തൊലി ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തു. ഒരു സവാളയുടെ പകുതി കഷ്ണങ്ങളാക്കിയതും പൈനാപ്പിൾ കഷ്ണങ്ങളും 2 പച്ചമുളക് നെടുകെ കീറിയതും ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് നാളികേരത്തിൽ അല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും 2-3 കുഞ്ഞുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ചൂടായ പൈനാപ്പിൾ കഷ്ണങ്ങളുടെ മേലെ അരപ്പൊഴിച്ച് കഷ്ണങ്ങളും അരപ്പും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി അരപ്പൊന്ന് ചൂടാക്കിയെടുക്കാം. കറിക്കൂട്ട് പാകമായി തുടങ്ങി. ഇതിലേക്ക് 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് തൈരിൻ്റെ പുളിയും തൈരിലേക്ക് പൈനാപ്പിളിൻ്റെ രുചിയും കയറട്ടെ. പുളിശ്ശേരിക്ക് മേലെ താളിപ്പ് കൂടി ചേർക്കാം. ചീനിച്ചട്ടിയിൽ എണ്ണയൊഴിച്ചു, കടുക് പൊട്ടിച്ചു, അല്പം ഉലുവ കൂടി പൊട്ടിച്ചു. ഉണക്കമുളകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചു. താളിപ്പ് നേരെ പുളിശ്ശേരിയിലേക്ക് ചേർത്തു കൊടുത്തു. വിളമ്പുന്നതിന് മുൻപ് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാകും. സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്.